മെയ് 12 ഇന്റർനാഷണൽ നേഴ്സസ് ഡേ. ദൈവത്തിന് എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് അമ്മമാരെ സൃഷ്ടിച്ചു. അമ്മയുടെ സ്നേഹവും പരിചരണവും ഏറ്റവും ആവശ്യമുള്ളയിടത്ത് ദിവ്യകരങ്ങളുമായി എത്തിയ ഭൂമിയിലെ മാലാഖമാർ. ആതുര സേവന രംഗത്ത് അമ്മയുടെ സ്നേഹപരിചരണങ്ങൾ പകരുന്ന നഴ്സുമാർക്കായി ഒരു ദിനം, മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ. ആധുനിക നഴ്സിംഗിന്റെ അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയി ലോകമെമ്പാടും ആചരിച്ചു വരുന്നത്. എ ലേഡി വിത്ത് എ ലാമ്പ് അഥവാ വിളക്കേന്തിയ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഒരു പ്രശസ്ത എഴുത്തുകാരിയും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ നടന്ന ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ പട്ടാളക്കാർക്ക് അവരുടെ നേതൃത്വത്തിൽ നൽകിയ പരിചരണമാണ് അവരെ ആഗോളതലത്തിൽ പ്രശസ്തയാക്കിയത്. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലെ ഒരു സമ്പന്ന ബ്രിട്ടീഷ് കുടുംബത്തിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത്. വില്യം എഡ്വേർഡ് നൈറ്റിംഗേലിന്റെയും ഫ്രാൻസിസ് നീസ്മിത്തിന്റെയും മകളായിട്ടാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത്. 1850 കൈസർവർത്തിലെ ലൂഥറൻ പാസ്റ്ററായ തിയോഡർ ഫ്ലൈൻഡറിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന ഒരു കാഴ്ച നൈറ്റിംഗേൽ കണ്ടു. അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി ഇത്. അവരുടെ ജീവിതത്തെ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് വഴിതിരിച്ചുവിടാൻ ഈ സംഭവം ഒരു കാരണമായി. 1853 ഓഗസ്റ്റ് 22 ലണ്ടനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയറിംഗ് സിക്ക് ജെന്റിൽവുമൻ എന്ന സ്ഥാപനത്തിൽ സൂപ്രണ്ടായി ജോലി ചെയ്യാൻ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആരംഭിച്ചു. ക്രിമിയൻ യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരുടെ ദയനീയ അവസ്ഥ കണ്ട അവർ താൻ തന്നെ പരിശീലനം നൽകിയ 38 നഴ്സുമാരോടൊന്നിച്ച് 1854 ഒക്ടോബർ 21 ടർക്കിയിലേക്ക് പുറപ്പെട്ടു. നവംബർ 1 അവർ ടർക്കിയിൽ സൈനിക ബാരക്കുകളിൽ എത്തിച്ചേർന്നു. അമിതമായി ജോലി ചെയ്യാൻ നിർബന്ധിതരായിരുന്ന ആരോഗ്യ പ്രവർത്തകരാൽ വേണ്ടത്ര പരിചരണം കിട്ടാതെ കഴിയുന്ന മുറിവേറ്റ പട്ടാളക്കാരെയാണ് അവിടെ കണ്ടത്. മരുന്നുകളുടെ ദൗർബല്യവും ശുചിത്വ പരിപാലനത്തിലുള്ള അശ്രദ്ധയും കാരണം പട്ടാളക്കാരുടെ പരിക്കുകൾ പലപ്പോഴും മരണത്തിൽ വരെ കലാശിക്കുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേലും നഴ്സുമാരും ആശുപത്രിയും ഉപകരണങ്ങളും വൃത്തിയാക്കുകയും രോഗികളുടെ പരിചരണം ഏറ്റെടുക്കുകയും ചെയ്തു. ആ ശൈത്യകാലത്ത് ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് അവിടെ മരണമടഞ്ഞത്. യുദ്ധത്തിലുണ്ടായ മുറിവുകളാൽ മരണമടഞ്ഞവരുടെ 10 ഇരട്ടി മരണനിരക്കായിരുന്നു ടൈഫോയിഡ്, കോളറ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ വന്നു മരിച്ചവരുടേത്. രോഗികളുടെ എണ്ണത്തിലുള്ള ബാഹുല്യവും ആരോഗ്യ പ്രവർത്തകരുടെ വിദഗ്ധ പരിശീലനത്തിലുള്ള അഭാവവുമായിരുന്നു ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. ആരോഗ്യ പ്രവർത്തകർക്ക് മികച്ച പരിശീലനം നൽകിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്ന് ഫ്ലോറൻസ് നൈറ്റിംഗേൽ മനസ്സിലാക്കി. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെയും സഹപ്രവർത്തകരുടെയും ശുശ്രൂഷ മൂലം മരണനിരക്ക് 10-1 ചുരുങ്ങി. തന്റെ ജോലി സമയം കഴിഞ്ഞതിനു ശേഷവും രോഗികൾക്കൊപ്പം താമസിച്ചുകൊണ്ട് കയ്യിൽ തെളിച്ചു വെച്ച തിരുനാളവുമായി രാത്രികാലങ്ങളിൽ ആതുര സേവനത്തിനിറങ്ങിയ അവരുടെ മാതൃക അവർക്ക് വിളക്കേന്തിയ വനിത എന്ന വിളിപ്പേര് സമ്മാനിച്ചു. അവരുടെ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശസ്ത കവിയായ ഹെൻറി വേർഡ്സ്വർത്ത് സാന്റാ ഫിലോമിന എന്ന കവിതയിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി: Lo, in that house of misery, a lady with a lamp I see, pass through the glimmering gloom and flit from room to room. അവരുടെ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ബ്രിട്ടനിലെ പ്രമുഖ പത്രമായ ദി ടൈംസ് ഇങ്ങനെ എഴുതുകയുണ്ടായി: She is a ministering angel without any exaggeration in these hospitals, and as her slender form glides quietly along each corridor, every poor fellow's face softens with gratitude at the sight of her. When all the medical officers have retired for the night and silence and darkness have settled down upon those miles of prostrate sick, she may be observed alone, with a little lamp in her hand, making her solitary rounds. 1857 അവർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വന്നു. ആ കാലഘട്ടത്തിൽ വിക്ടോറിയ രാജ്ഞി കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തയായ വനിത ഫ്ലോറൻസ് ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധകാലത്ത് പിടിപെട്ട ബ്രൂസലോസിസ് എന്ന അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവർ ക്ഷീണിതയായിരുന്നെങ്കിലും വിക്ടോറിയ രാജ്ഞിയുടെ ആവശ്യപ്രകാരം ആരോഗ്യമേഖലയുടെ ഉന്നമനത്തിനായി റോയൽ കമ്മീഷൻ ഓഫ് ഹെൽത്ത് ഓഫ് ദി ആർമിയുടെ രൂപവത്കരണത്തിലും ആ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലും ഫ്ലോറൻസ് സുപ്രധാന പങ്കുവഹിച്ചു. ടർക്കിയിലായിരുന്ന കാലത്ത് അവർ ചെയ്ത അവരുടെ സേവനങ്ങളെ ആദരിക്കാനായി
1855 നവംബർ 29 ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. ഇത് നഴ്സുമാരുടെ പരിശീലനത്തിനായി നൈറ്റിംഗേൽ ഫണ്ട് രൂപവൽക്കരിക്കുവാൻ കാരണമായി തീരുകയും ചെയ്തു. 1859 ആയപ്പോഴേക്കും ഏകദേശം 45,000 പൗണ്ടായി കഴിഞ്ഞിരുന്ന ഈ ഫണ്ട് ഉപയോഗിച്ച് ലണ്ടനിലെ സെയിന്റ് തോമസ് ഹോസ്പിറ്റലിൽ 1860 ജൂലൈ 9 ലോകത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനമായ നൈറ്റിംഗേൽ ട്രെയിനിംഗ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ ലണ്ടനിലെ കിങ് കോളേജിന്റെ ഭാഗമായ ഈ സ്ഥാപനം ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന പേരിൽ അറിയപ്പെടുന്നു. നൈറ്റിംഗേൽ 1860 പ്രസിദ്ധീകരിച്ച നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകമായിരുന്നു നൈറ്റിംഗേൽ ട്രെയിനിംഗ് സ്കൂളിലെയും പിന്നീട് തുടങ്ങിയ മറ്റ് നഴ്സിംഗ് സ്കൂളുകളിലെയും അടിസ്ഥാന പാഠ്യവിഷയം. 30-ാമത്തെ വയസ്സ് മുതൽ രോഗങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നെങ്കിലും 90-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നതുവരെ അവർ തന്റെ ആതുര സേവനം തുടർന്നു വന്നു. ആ മഹത് വനിതയോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നതിനാണ് ആഗോളതലത്തിൽ അവരുടെ ജന്മദിനമായ മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയി ആചരിക്കുന്നതും നൈറ്റിംഗേൽ പ്ലഡ്ജ് ചൊല്ലുന്നതും. I solemnly pledge myself before God and in the presence of this assembly to practice my profession with dedication. I will serve mankind with love and compassion, recognizing their dignity and rights, irrespective of color, caste, creed, religion and nationality. I will endeavour to maintain up-to-date knowledge and skill to uphold standard of nursing care. നൈറ്റിംഗേലിന്റെ ജീവിത കാലഘട്ടത്തിൽ നിന്നും നഴ്സിംഗ് മേഖല ഇന്ന് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവസരം നൽകുന്ന തൊഴിൽ മേഖലയായി നഴ്സിംഗ് മാറിയിട്ടുണ്ട്. വേൾഡ് നഴ്സിംഗ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് വിദഗ്ധ നഴ്സുമാരുടെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന വിദേശ നാണ്യത്തിന്റെ സിംഹഭാഗവും നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും സമൂഹത്തിന്റെ ആരോഗ്യ സുരക്ഷിതത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലോകാരോഗ്യ സംഘടന ഓരോ വ്യത്യസ്ത ചിന്താ വിഷയങ്ങളെ ആധാരമാക്കി നഴ്സസ് ഡേ ആഘോഷിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ നഴ്സസ് ഡേയുടെ ചിന്താവിഷയം ക്ലോസിംഗ് ദ ഗ്യാപ്പ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നതാണ്. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമെതിരെ പടപൊരുതുക. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഏവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക. പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും ഉറപ്പുവരുത്തുക. റിഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ശിശുമരണ നിരക്ക് കുറയ്ക്കുക. കോമ്പാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. എയ്ഡ്സ്, മലേറിയ തുടങ്ങിയ മാരക രോഗങ്ങളോട് പൊരുതുക. എൻഷ്വർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. പരിസ്ഥിതി സന്തുലനം ഉറപ്പുവരുത്തുക. ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ആൻഡ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. വികസനത്തിനായി ആഗോളതലത്തിൽ യോജിച്ച് പ്രവർത്തിക്കുക എന്നിവയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആഗോള നഴ്സിംഗ് സമൂഹത്തിനൊപ്പം നമുക്കും യത്നിക്കാം. ഏവർക്കും ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദിപൂർവ്വം അഹല്യ നഴ്സസ്.